അങ്ങനെ വീണ്ടും ഒരു ഞായറാഴ്ചയായി. രാവിലെ തന്നെ എണീച്ച് നേരെ തത്തമ്മയുടെ അടുത്തേക്കാണ് പോയത്. തത്തമ്മയ്ക്കാണെങ്കിൽ എന്ത് പറ്റിയെന്ന് അറിയില്ലായിരുന്നു, ഒട്ടും വയ്യായിരുന്നു. എല്ലാ അമ്മമാരും ഈ കാര്യത്തിൽ ഒരുപോലെയാണ്. എത്ര വയ്യെങ്കിലും കുഞ്ഞിന്റെ കാര്യം നോക്കാൻ മറക്കില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇഡലിയും തക്കാളി ചമ്മന്തിയും കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞായറാഴ്ചയാണെങ്കിലും യാസിക്ക് ഒഴിവൊന്നുമില്ലായിരുന്നു. യാസി ജോലിക്ക് പോയി. അങ്ങനെ ഞാൻ കുറച്ചു നേരം എഴുതായിരുന്നപ്പോഴത്തേക്കും ഒരു 2 മിനിറ്റ് ആവേയുള്ളൂ. അപ്പോഴത്തേക്കും നോക്കിയപ്പോൾ യാസി വന്നു. പിന്നെ ഞാൻ എഴുത്തൊക്കെ മതിയാക്കി നേരെ താഴോട്ട് പോയി. പിന്നെ ഒരാൾക്ക് നിങ്ങളോടൊരു പരാതി പറയാനുണ്ട്. സൈക്കിളിൽ നിന്ന് വന്ന് വീണ് കാല് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിന്റെ വിഷമമൊക്കെ പറഞ്ഞു തരുന്നപ്പോഴത്തേക്കും നമുക്ക് വീണ്ടും വിശന്നു. അങ്ങനെ ഒരു പേരൊക്കെ കഴിച്ചു. അപ്പോഴാണ് യാസീനും കാത്തുവും ഹെൽമെറ്റ് എടുക്കാനായിട്ട് വന്നത്. ഇന്ന് ഞങ്ങളുടെ ഒരു റിലേറ്റീവിന്റെ കല്യാണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാമിയും നുസ്രത്തും ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കുളിച്ചിറങ്ങി അങ്ങോട്ടേക്ക് പോകാൻ ഇറങ്ങി. അപ്പോൾ ഗൈസ്, ഇതാണ് നുസ്രത്ത്, യാസിയുടെ മറ്റൊരു കസിനാണ്. ഞങ്ങളുടെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് നുസ്രത്ത് വരുന്നത്. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നടന്ന് കല്യാണ വീടെത്തി. ഞങ്ങളുടെ വീടിന്റെ അടുത്തായിരുന്നു ഫംഗ്ഷൻ നടക്കുന്ന വീടും. അങ്ങനെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ട് ചെന്നപ്പോഴാണ് പാത്തോടെ കരയുന്നത് കണ്ടത്. സംഭവം പാത്തുവിന്റെ കൈ കാറിന്റെ ഡോറിന്റെ ഇടയിലായിപ്പോയി. അങ്ങനെ അതൊക്കെ സമാധാനിപ്പിച്ചിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ വീട്ടിൽ വന്ന് വീണ്ടും ബാക്ക് ടു എഴുത്ത്. 1 മണി വരെ എഴുന്നിട്ടും എഴുതി തീർന്നില്ല. അവസാനം ഉറക്കം വന്നിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി. അപ്പം അത്രേ ഉള്ളൂ ഗായ്സ്, ബൈ.